നമ്മുടെ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ. അവയിൽ ആപ്പി ഫിസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ? അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. 2023 മെയ്യിൽ ആപ്പി ഫിസിന്റെ ഒരു അവയർനെസ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അവയിൽ ഇൻഗ്രീഡിയൻസും ന്യൂട്രീഷൻ ഇൻഫർമേഷനും വ്യക്തമാക്കിയിരുന്നു. കാലം മാറി, പുതിയ പരസ്യവും പാക്കിങ്ങുമായി അവർ വീണ്ടും മാർക്കറ്റിലേക്ക്. നമുക്ക് നോക്കാം ആപ്പി ഫിസ് പഴയതിലും പുതിയതിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. എന്നും നോക്കാറുള്ളത് പോലെ ബോട്ടലിന്റെ പിന്നിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഇൻഗ്രീഡിയൻസിലേക്ക് വന്നാൽ പണ്ട് 1.9% ആപ്പിൾ ജ്യൂസ് കോൺസെൻട്രേറ്റ് ഉണ്ടായിരുന്നത് പുതിയതിൽ ഒരു തരി പോലുമില്ല. പഴയതിൽ റെഡി ടു സെർവ് ഫ്രൂട്ട് ബീവറേജ് ആയിരുന്നു. ഇപ്പോൾ വെറും ഫ്ലേവേർഡ് ഡ്രിങ്ക് ആയി മാറി. ബാക്കി വെള്ളവും പഞ്ചസാരയും ആർട്ടിഫിഷ്യൽ കളേഴ്സും ഫ്ലേവേഴ്സും പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. ഇനി ന്യൂട്രീഷൻ ഇൻഫർമേഷനിലേക്ക് വന്നാൽ പഴയതിനേക്കാളും ആഡഡ് ഷുഗർ കൂടുതലായിട്ടിട്ടുണ്ട്. കൂടെ സോഡിയവും. അഡിക്റ്റ് ആവാൻ വേറെ എവിടെയെങ്കിലും പോണോ? ഇനി ഫ്രണ്ടിലും ഉണ്ട് ചില പൊടിക്കൈകൾ. പഴയതിൽ ആപ്പിൾ ജ്യൂസ് ബേസ്ഡ് ഡ്രിങ്ക് ആയിരുന്നു. പുതിയതിൽ അത് ആപ്പിൾ ഫ്ലേവേർഡ് സ്പാർക്ലിംഗ് ഡ്രിങ്ക് ആയി മാറി. ഇനി ലോഗോയിലേക്ക് വന്നാൽ പഴയതിൽ ആപ്പിൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രം കൊടുത്തപ്പോൾ